ആക്രമണവുമായി യുഎസും യുകെയും. തെക്കൻ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം തുടരുന്നതിനിടെയാണ് യുഎസിന്റെയും യുകെയുടെയും നടപടി. ആക്രമണം സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവന പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. 8ഓളം ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നാണ് യുഎസ് അറിയിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയ, കാനഡ, ബഹ്റിൻ, നെതർലൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്തുണയോടെയായിരുന്നു ആക്രമണം. 10 ദിവസങ്ങൾക്ക് മുമ്പ് യമനിലെ 70ഓളം ഹൂതി കേന്ദ്രങ്ങളിൽ യുഎസും യുകെയും ആക്രമണം നടത്തിയിരുന്നു. അതേസമയം ഇന്നത്തെ ആക്രമണത്തിലെ ആർക്കെങ്കിലും ജീവൻ നഷ്ടമായോ എന്നതിൽ യുഎസ് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇത് 8ാം തവണയാണ് ഹൂതികളെ ലക്ഷ്യമിട്ട് യുഎസ് ആക്രമണം നടത്തുന്നത്. യുകെ 2ാം തവണയാണ് ആക്രമണങ്ങളിൽ പങ്കാളിയാവുന്നത്. പോർ വിമാനങ്ങളും കപ്പലിൽ നിന്ന് തൊടുക്കാവുന്ന മിസൈലുകളും ഉപയോഗിച്ചാണ് യമൻ തലസ്ഥാനമായ സനയിൽ ആക്രമണം നടത്തിയത് എന്ന് യുഎസ് സെൻട്രൽ കമാൻഡും വ്യക്തമാക്കി. ഹൂതികളുടെ മിസൈൽ ലോഞ്ചറുകൾ, എയർ ഡിഫൻസ് സിസ്റ്റം, റഡാറുകൾ, ആയുധ സംഭരണികൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും യുഎസ് അറിയിച്ചു. സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി യുഎസുമായി ചേർന്ന് ഹൂതികൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തിയെന്ന് യുകെ ഡിഫൻസ് സെക്രട്ടറി ഡാൻ ഷാബ്സ് അറിയിച്ചു. ഹൂതികൾക്ക് കനത്ത തിരിച്ചടിയുണ്ടാകുന്ന ആക്രമണമാണ് ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ചെങ്കടലിലും സംഘർഷം പുകയുകയാണ്. അമേരിക്കൻ സൈനിക ചരക്ക് കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയെന്ന ഹൂതി അവകാശവാദം തള്ളി പെന്റഗൺ. ഓസിയൻ ജാസ് എന്ന കപ്പൽ തികച്ചും സുരക്ഷിതമാണെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. യമന് നേരെ വീണ്ടും ആക്രമണം നടന്നാൽ കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് ഹൂതികൾ അമേരിക്കയ്ക്കും ബ്രിട്ടനും മുന്നറിയിപ്പ് നൽകി. കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമെങ്കിൽ സൈനിക നടപടിക്ക് യൂറോപ്യൻ രാജ്യങ്ങളും തീരുമാനിച്ചു. ഖാൻ യൂനീസിൽ ഉൾപ്പെടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇന്നലെയും 100-ലേറെ പേർ കൊല്ലപ്പെട്ടു. വടക്കൻ ഗാസയിലെ 5 ലക്ഷത്തോളം ജനങ്ങൾ കൊടും പട്ടിണിയിലേക്ക് നീങ്ങുന്നതായി UN ഏജൻസികളും ഹമാസും അറിയിച്ചു. റാഫ അതിർത്തി തുറന്ന് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാൻ നടപടി വേണമെന്ന് ഹമാസ് ഈജിപ്തിനോട് ആവശ്യപ്പെട്ടു. 3 ഉയർന്ന ഓഫീസർമാർ കൊല്ലപ്പെട്ടതായും 15 സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. 107 ദിവസമായി ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 25,105 കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 178 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. 300 പേർക്ക് പരിക്കേറ്റതായും പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രായേലിൽ ഇതുവരെ 1139 പേരാണ് കൊല്ലപ്പെട്ടത്. വെസ്റ്റ് ബാങ്കിൽ 369 പേർ കൊല്ലപ്പെട്ടു. ഗാസയിൽ ഇതുവരെ 62,681 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 8,663 പേർ കുട്ടികളാണ്. വെസ്റ്റ് ബാങ്കിൽ 4,000 പേർക്കാണ് പരിക്കേറ്റത്. ഗാസയിൽ 3,60,000-ലധികം വീടുകൾ തകർക്കപ്പെടുകയോ താമസയോഗ്യമല്ലാതാവുകയോ ചെയ്തിട്ടുണ്ട്. 378 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കേടുപാടുണ്ടായി. 221 ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ആകെയുള്ള 2.3 ദശലക്ഷം ജനങ്ങളിൽ 1.7 ദശലക്ഷം ആളുകളും താമസിക്കുന്നത് അഭയാർത്ഥി ക്യാമ്പുകളിലാണെന്നും കണക്കുകൾ പറയുന്നു. ഖാൻ യൂനീസിന്റെ തെക്കൻ മേഖലയിലാണിപ്പോൾ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുന്നത്. നാസർ ഹോസ്പിറ്റലിനെ കേന്ദ്രീകരിച്ചാണ് ഏറ്റുമുട്ടൽ നടക്കുന്നതെന്നും ഇസ്രായേൽ സൈന്യം ഈ മേഖലയിൽ കനത്ത ബോംബാക്രമണവും നടത്തുന്നുണ്ട്. ഉയർന്ന കെട്ടിടങ്ങൾക്ക് മുകളിൽ കയറി നിൽക്കുന്ന ഇസ്രായേലി സൈനികർ തെരുവിൽ കാണുന്നവരെയെല്ലാം വെടിവെച്ച് കൊലപ്പെടുത്തുകയാണെന്ന് റിപ്പോർട്ടുകൾ. നിരവധി ആളുകളാണ് ആശുപത്രിക്കകത്ത് കുടുങ്ങിക്കിടക്കുന്നത്. അതിനിടെ വടക്കൻ ഗാസയിൽ ഒരു കാറിന് നേരെ നടന്ന ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.